പ്രകോപനമൊന്നും കൂടാതെ യമനിൽ കയറി ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭീഷണിയാണ് ഹൂതി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴക്കിയത്. തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് സാക്ഷാൽ ട്രംപിനെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ഇത്രയ്ക്കും പ്രതീക്ഷിച്ചു കാണില്ല. കാരണം ഹൂതികൾ ആദ്യ അടി കൊടുത്തത് ട്രംപിൻ്റെ മർമ്മത്ത് തന്നെയായിരിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിൻ്റെ എക്കാലത്തെയും അഭിമാന യുദ്ധക്കപ്പലായ USS ട്രൂമാന് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഹൂതി സേന. ആക്രമണത്തിൽ കപ്പലിന് വൻ കേടുപാടുകൾ സംഭവിച്ചതായും ഹൂതികൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം യമനിൽ US നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണം. ചെങ്കടലിൻ്റെ വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ഹാരി എസ് ട്രൂമാൻ പടക്കപ്പലിനെ 18 ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഒരു ഡ്രോണും ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹ്യ സരി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഹൂതികളുടെ പുതിയ ഭീഷണി പ്രകാരം അമേരിക്കയ്ക്ക് അത് ഒരിക്കലും താങ്ങാനാവുന്നതായിരിക്കില്ല. യമനിൽ കൂട്ടക്കൊലകൾ നടത്തിയ US സൈന്യത്തിൻ്റെ ചെങ്കടലിലെയും അറബിക്കടലിലെയും പടക്കപ്പലുകളെയും ആക്രമിക്കാൻ മടിക്കില്ല എന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തുന്നതുവരെ ഇസ്രായേലി കപ്പലുകൾക്കെതിരെ നാവിക ഉപരോധം തുടരുമെന്നും യഹ്യ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആക്രമണത്തിൻ്റെ വീഡിയോ സയ്യിദ് അബ്ദുൾ മാലിക് അൽ ഹൂതിയും എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. മാത്രമല്ല ഇസ്രായേലി കപ്പലുകൾക്ക് പുറമെ US കപ്പലുകൾക്കും ചെങ്കടലിലും ഏഥൻ ഉൾക്കടലിലും ബാബ് അൽ മന്ദബ് കടലിടുക്കിലും ഉപരോധം ഏർപ്പെടുത്തിയതായി ഹൂതികൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിനെ സഹായിക്കാനാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയതെന്നും അതിനാൽ US കപ്പലുകളും ഉപരോധ പരിധിയിലാണെന്നും അവർ വിശദീകരിച്ചിട്ടുണ്ട്. US-ന്റെ ആക്രമണങ്ങൾ യമൻ സൈന്യത്തെ ദുർബലപ്പെടുത്തുകയല്ല മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ US സൈന്യത്തിൻ്റെ കപ്പലുകളും വിമാനവാഹിനികളും മറ്റു നാവിക സംവിധാനങ്ങളും ലക്ഷ്യമാക്കിയായിരിക്കും തങ്ങളുടെ പ്രവർത്തനമെന്നും യഹ്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലി താൽപ്പര്യം സംരക്ഷിക്കാൻ പശ്ചിമേഷ്യയെ അടിമയാക്കി വയ്ക്കാനാണ് US ശ്രമിക്കുന്നതെന്നും ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ പങ്കുണ്ടോയെന്നാണ് US പറയുന്നതെങ്കിലും അവർ അത് ലംഘിച്ചിരിക്കുകയാണെന്നും പലസ്തീനികളെ വംശഹത്യ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും പറയുന്നു. പലസ്തീനിനുള്ള പിന്തുണ സ്വത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമാണ്. ഗാസയെ സഹായിക്കാൻ മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. ഗാസയെ തകർക്കാൻ ശത്രുവിനെ അനുവദിക്കുകയാണെങ്കിൽ നാളെ നമ്മളെയും ആ വിധി തന്നെയാണ് കാത്തിരിക്കുകയുണ്ടാവുക. ഇസ്രായേലിനെ ആക്രമിക്കില്ലെന്നാണ് സിറിയയിലെ സായുധ സംഘങ്ങൾ പറയുന്നത്. അധിനിവേശം അവസാനിപ്പിക്കാൻ അവർ ഇസ്രായേലിനോട് കെഞ്ചുകയാണ്. എന്നിട്ടും ഇസ്രായേൽ കൂടുതൽ സിറിയൻ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും അതിക്രമങ്ങൾക്കെതിരെ മൗനം പാലിച്ചാൽ അക്രമങ്ങൾ കൂടുകയുള്ളൂ. പോരാടാതെ ഇരുന്നാൽ സംഘർഷം ഒഴിവാക്കാമെന്ന് കരുതുന്നവർ കൂടുതൽ മോശം അവസ്ഥയിൽ എത്തുകയുള്ളൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമനിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. തുഫാനുൽ അൽ അക്സയ്ക്ക് ശേഷം 2023 നവംബറിൽ ഹൂതികൾ പിടിച്ചെടുത്ത ഇസ്രായേലി കപ്പലായ ഗാലക്സി ലീഡറിലെ കമാൻഡ് സെന്ററിന് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട്. ഈ കപ്പലിലെ ജീവനക്കാരെ ഗാസയിലെ വെടിനിർത്തലിൻ്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു. ഗാസയിലെ ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2023 നവംബർ മുതൽ 24 ഏപ്രിൽ വരെ 319 കപ്പലുകളെയാണ് ഹൂതികൾ ആക്രമിച്ചത്. ഗാസ അധിനിവേശത്തിന് മുമ്പ് പ്രതിവർഷം 25,000 കപ്പലുകളാണ് ചെങ്കടലിലൂടെ കടന്നുപോയിരുന്നത്. ഹൂതികൾ ഉപരോധം തുടങ്ങിയതോടെ ഇത് 10,000-ൽ താഴെയായി കുറയുകയാണ് ചെയ്തത്. ചെങ്കടലിലൂടെയുള്ള US UK കപ്പലുകളുടെ സഞ്ചാരം 75% കുറഞ്ഞത്. ഇതോടെ US UK ചരക്കു കപ്പലുകൾ ലക്ഷ്യങ്ങളിലെത്താൻ 10 ദിവസം കൂടുതൽ സമയമെടുത്തു. കൂടാതെ ഒരു ട്രിപ്പിന് കൂടുതലായി $10 ലക്ഷം അധിക ചെലവും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പുതിയ സാഹചര്യത്തിൽ ഇനി ഹമാസും ഹൂതികളും ചേർന്നായിരിക്കും അമേരിക്കയ്ക്കെതിരെ ആയുധമെടുക്കുക. ഇതിൻ്റെ ഭാഗമായി ഖത്തറിലുള്ള ഹമാസ് പ്രതിനിധി സംഘം റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മിഖായേൽ ബോഗ്ദനോവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ പശ്ചിമേഷ്യ ആഫ്രിക്ക പ്രത്യേക പ്രതിനിധി കൂടിയാണ് മിഖായേൽ ബോഗ്ദനോവ്. ഗാസയിലെ വെടിനിർത്തൽ കരാറുമായും ഇസ്രായേലിൻ്റെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്നാണ് വിവരം. ഇസ്രായേൽ ഉപരോധം മൂലം ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഹമാസ് സംഘം മിഖായേൽ ബോഗ്ദനോവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീനികളുടെ അവകാശങ്ങൾക്കൊപ്പമാണ് റഷ്യയെന്നാണ് മിഖായേൽ ബോഗ്ദനോവ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഒരു നിബന്ധനകളും കൂടാതെ ഗാസയിൽ മാനുഷിക സഹായങ്ങൾ എത്തണമെന്നാണ് റഷ്യയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിൻ്റെ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ മുഹമ്മദ് ഡാർവിഷ്, ഖാലിദ് മിഷാൽ, ഡോക്ടർ മൂസ അബു മർസൂഖ്, സാമി ഖാത്താർ എന്നിവരാണ് പ്രതിനിധി സംഘത്തിലുള്ളത്.
അമേരിക്കയ്ക്കെതിരായ തീവ്രമായ പ്രതികരണത്തിന് തങ്ങളുടെ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും യമൻ വിമതസേന അറിയിച്ചിട്ടുണ്ട്. 2023 നവംബർ മുതൽ ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ട് 100-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നടത്തിയ യുദ്ധത്തെ തുടർന്ന് ഇത് ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സ്റ്റോക്കുകൾ കത്തിച്ച മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിനായി ചെലവേറിയ ദൗത്യത്തിന് അമേരിക്കയുടെ സൈന്യത്തെ ഇത് നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാന്റെ മറ്റ് സഖ്യകക്ഷികളായ ഗാസയിലെ ഹമാസിനെയും ലെബനനിലെ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഗുരുതരമായി ദുർബലപ്പെടുത്തിയിരുന്നു. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സിറിയയിലെ ബഷർ അൽ അസദിനെ ഡിസംബറിൽ വിമതർ അട്ടിമറിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും യമനിലെ ഹൂതികൾ പ്രതിരോധശേഷി നിലനിർത്തുകയും ആക്രമണത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്തു തന്നെ ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തിയ ഈ ആക്രമണത്തോടെ കമ്പനികൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘവും ചെലവേറിയതുമായ റൂട്ടുകളിലൂടെ കപ്പലുകളെ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാക്കിയത് അമേരിക്കയുടെ മാത്രമല്ല യൂറോപ്പിന്റെ അടക്കം വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഹൂതികൾ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നു. ട്രംപ് യമനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിക്കുന്നത് ഹൂതി ആക്രമണങ്ങൾ തടയാൻ വേണ്ടിയാണെന്നാണ് അന്ന് ആരോപിച്ചിരുന്നത്. എന്നാൽ ഹൂതികൾ ഭീഷണി ഉയർത്തിയിട്ടും ഇതുവരെയും അത്തരത്തിൽ യാതൊരു നീക്കവും നടത്തിയിരുന്നില്ല. ഹൂതികൾ അമേരിക്കയുടെ ഒരു സൈനിക യുദ്ധക്കപ്പൽ ആക്രമിച്ചതാണ് മറ്റൊരു കാരണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ആ സംഭവം നടന്നത് ട്രംപ് ഭരണത്തിലുള്ളപ്പോൾ അല്ലായിരുന്നു. ആക്രമണത്തിന് മുമ്പ് പ്രതിവർഷം 2500 കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നുപോയിരുന്നുവെന്ന് പറയുമ്പോഴും ഹൂതികളുടെ ഭീഷണി മൂലം അവയെല്ലാം ചുരുങ്ങി കുറച്ചായി വരികയായിരുന്നു. എന്നാൽ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്താനുള്ള ട്രംപിന്റെ തീരുമാനം തെറ്റായ ദിശയിലാണെന്നും വിമത ഗ്രൂപ്പിനെ കീഴ്പ്പെടുത്താൻ ഇത് സഹായിക്കില്ലെന്നുമാണ് മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞനായ നബീൽ ഖൗറി അൽ ജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ഒഴിവാക്കാനും സമാധാനപ്രിയരാകുവാനും ആഗ്രഹിച്ചു വന്ന ട്രംപ് തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും യുദ്ധത്തിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങളുണ്ടെന്നും ഖൗറി പറഞ്ഞിട്ടുണ്ട്. കര, വായു, കടൽ എന്നിവയാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് ജീവിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഹമാസിനെയും ഹൂതികളെയും 17 മാസത്തെ ഇസ്രായേലി ബോംബാക്രമണത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുന്നത് അസാധ്യമായിരിക്കുമെന്നും അദ്ദേഹം ട്രംപിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപും ഈ സാഹചര്യത്തിൽ വെറുതെ ഇരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ട്രംപിന്റെ 2ാം ഭരണകാലയളവിലെ ഇതുവരെയുണ്ടായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം യമനിൽ ഹൂതികൾക്ക് നേരെ അഴിച്ചുവിട്ടത്. നിങ്ങളുടെ സമയം കഴിഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ നരകമഴ പെയ്യിക്കും എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. യമനിലെ ഹൂതി വിമത സംഘത്തിനെതിരെ നിർണായകവും ശക്തമായ ഒരു സൈനിക നടപടി ആരംഭിക്കാൻ ഞാൻ അമേരിക്കൻ സൈന്യത്തോട് ഉത്തരവിട്ടു എന്നും ട്രംപ് പറഞ്ഞിരുന്നു.